ഹായ് ഹലോ മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഓൺ എക്സാം എഴുതാൻ പോവാണല്ലേ. അപ്പോൾ ബയോളജിയിൽ നിന്ന് 2 ചാപ്റ്ററാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ടൊരു റിവിഷൻ ചെയ്തിട്ട് വരാം. ആ 2 ചാപ്റ്റർ പെട്ടെന്ന് റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ടു ലൈഫ് പ്രോസസ് ആണ് കേട്ടോ. ജീവൻ പ്രക്രിയയിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് ഒന്നാമത്തത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിവിടെ നോക്കിയത് എന്താണ്? ബയോമോളിക്യൂൾസ് ആണ് അല്ലേ. ബയോമോളിക്യൂൾസ് ആണ് നമ്മളുടെ ലൈഫിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? ബയോമോളിക്യൂൾസ് ആണ് അല്ലേ, ജീവന്റെ അടിസ്ഥാന ഘടകം. ഈ ബയോമോളിക്യൂൾസിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ദെൻ ലിപ്പിഡ്സിലാണ് ഫാറ്റ്സും ഓയിൽസും വരുന്നത്. പ്രോട്ടീൻസിലെ എൻസൈം, ഹോർമോൺ, ആൻറ്റിബോഡീസ്. ദെൻ ന്യൂക്ലിക് ആസിഡിലെ DNA, RNA. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും, എക്സാമ്പിൾസും ചോദിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയത് മെറ്റബോളിസം ആണ്. മെറ്റബോളിസം എന്താ? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന് പറയുന്ന പേരാണ് മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആനബോളിസവുമാണ്, രണ്ടാമത് കാറ്റബോളിസം. മലയാളത്തിൽ അനാബോളിസും കാറ്റബോളിസും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അനാബോളിസം എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടൊരു ഫോം ഉണ്ടാക്കുക, അതായത് ഒരു ലഡു, കുറച്ച് കുഞ്ഞു കുഞ്ഞു ലഡുകൾ ചേർത്തൊരു ലഡു ആക്കി മാറ്റുന്നതാണ് ആനബോളിസം. ആ ലഡുവിനെ പൊടിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾ ആക്കുന്നതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ആനബോളിസത്തിൽ പഠിച്ചത് ഫോട്ടോ സിന്തസിസും കാറ്റബോളിസത്തിൽ പഠിച്ചത് ഒരു പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് അമിനോ ആസിഡ് ആയിട്ട് അല്ലേ. അമിനോ ആസിഡുകൾ ഇങ്ങനെ മുത്തുമാല പോലെയാണ്. ഈ അമിനോ ആസിഡ് ചേർത്ത് വെച്ചാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പം പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡാക്കി മാറ്റുന്നതാണ് കാറ്റബോളിസത്തിൽ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ രീതിയിൽ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അപ്പോൾ അനബോളിസം എന്ന് പറയുന്നത് കമ്പൈൻ മോളിക്യൂൾസ് എന്നും കാറ്റബോളിസം എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എൻസൈംസും ഹോർമോൺസും. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫാസ്റ്റായിട്ട് നടക്കാൻ, അതിൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് എൻസൈം എന്ന് പറയുന്നത് അല്ലേ. ഒരു കെമിക്കൽ റിയാക്ഷൻ നോർമലി 1 മണിക്കൂറൊക്കെ എടുത്ത് നടക്കേണ്ട റിയാക്ഷനിൽ ഒരു എൻസൈംസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് 10-30 മിനിറ്റ് കൊണ്ട് നടന്ന് കഴിയും. ഓക്കെ, ദെൻ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ഒരുപാട് ഹോർമോൺസുകൾ നമ്മുടെ ബോഡിയിലുണ്ട്, ഓരോ പ്രോസസ്സായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടിരിക്കുന്നത് നമ്മളുടെ പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്സിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഓരോ ജീവിയുടെയും ഉള്ളിലേക്ക് കയറുന്നത്, പുറമേ ഉള്ളത് ബാഹ്യ പരിസ്ഥിതിയിലെ ഓരോ മാറ്റേഴ്സ് അതെങ്ങനെയാണ് ഓരോ ജീവികളുടെ ഉള്ളിലേക്ക് കയറുന്നതെന്നാണ് നോക്കിയത്. ഫസ്റ്റ് അമീബയ്ക്കാകെ എന്താ ഒരു ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നേരിട്ട് സൈറ്റോപ്ലാസത്തിലേക്കാണ് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് എക്സ്റ്റേണൽ മോളിക്യൂൾസ് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് കയറും. എന്നാൽ ആനിമൽസിൻ്റെ കേസിലോ, ആനിമൽസിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി സെൽ മെംബ്രെയിൻ വഴിയാണ് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തും, അവിടെ നിന്ന് സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് പോവുകയാണ്. ഇത് ഓർഡറിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. ഇവിടെ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. ദെൻ പ്ലാന്റ്സിൻ്റെ കേസിൽ 3-4 രീതികളുണ്ട് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ ഫാക്ടേഴ്സ് ഉള്ളിലേക്ക് കയറുന്നത്. ഒന്ന് സെൽ വാൾ വഴി കയറാം, 2 എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി കയറാം. ഒന്ന് സെൽ വാൾ വഴി കയറാം, രണ്ടാമത്തത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി കയറാം, പിന്നെ പ്ലാസ്മോഡെസ്മേറ്റ വഴി കയറാം, പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ വഴിയും കയറാം. അങ്ങനെ എത്ര രീതിയിൽ കയറാം? 4 രീതിയിൽ കയറാം. ഏതൊക്കെയാണ്? സെൽ വാൾ വഴി കയറാം, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി കയറാം, പ്ലാസ്മോഡെസ്മേറ്റ വഴി കയറാം, പ്ലാസ്മ മെംബ്രെയിൻ വഴിയും കയറാവുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ് ഇത്? ഹോമിയോസ്റ്റാസിസ് എന്ന്. നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആനിമൽസിൻ്റെ കേസിൽ. അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അത് ബാലൻസ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു പലതരം ഡിസീസുകൾ വരാനും മരണപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസിന് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോയത് സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചറാണ്. സെൽ മെംബ്രെയിൻ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ട്? സെൽ മെംബ്രെയിന് കുറേ ലിപ്പിഡ്സ് ഉണ്ട് അല്ലേ. ലിപ്പിഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു പ്രോട്ടീൻ ഉണ്ട്, ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ എന്തിനുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഓരോ തരത്തിലുള്ള ഡിഫ്യൂഷൻസിനെ കുറിച്ചാണ്. എങ്ങനെയായിരുന്നു? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. മോളിക്യൂൾസിന്റെ ഒരു മൂവ്മെന്റ്സ്, ഒരു കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. ഇതാണ്ടോ ഓക്സിജന്റെ അളവിടെ കൂടുതലാണ്, ഇത് ലിപ്പിഡ്സിന്റെ ഇടയിലൂടെ കൂടി നിന്ന് കുറഞ്ഞിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എനർജീൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രോട്ടീൻ്റെ ഇടയിൽ കൂടെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇടങ്ങളിൽ കൂടി ഗ്ലൂക്കോസ് ഈ താഴേക്ക് ഇറങ്ങുകയാണ്, കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക്. അങ്ങനെ പ്രോട്ടീൻ ചാനൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ നിന്നൊരു ഡിഫറെൻ്റ് ആയി നിന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ എനർജി നമ്മൾ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തുനിന്ന് കൂടിയ സ്ഥലത്തേക്ക് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ ആ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ കേസിൽ പറയുമ്പോൾ അവിടെ ഹൈ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ പ്രത്യേകിച്ചൊരു എനർജീൻ്റെ ആവശ്യമില്ല. എന്താണ് ഇതിൽ കൂടിയാണ് വരുന്നത്? പ്രോട്ടീൻ ചാനലിൻ്റെ ഇടയിൽ കൂടിയാണ് വരുന്നത്. ചാനൽ പ്രോട്ടീൻ്റെ ഇടയിൽ കൂടെ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആണ്. then ഇവിടെ വരുന്നത് സാൾട്ടാണ്. സാൾട്ട് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. അല്ല, കൂടിയ ഭാഗത്തല്ല, സോറി, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്കാണ് വരുന്നത്. ഏത് വഴിയാ? പ്രോട്ടീൻ ചാനൽ വഴി തന്നെയാണ് വരുന്നത്. അവിടെ എന്ത് വേണം? എനർജി കൊടുക്കണം. അപ്പോൾ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഓസ്മോസിസ്. അതായത് ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ വഴി, അർദ്ധതാരിസ്തരം എന്ന് പറയും, സെമി പെർമബിൾ മെംബ്രെയിൻ വഴി വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഓസ്മോസിസ്. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ്, വാട്ടർ മോളിക്യൂൾസ് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സെമി പെർമബിൾ മെംബ്രെയിൻ വഴിയുള്ള മൂവ്മെൻറ്റിനെ ഓസ്മോസിസ് എന്ന് പറയുന്നു. ഡിഫ്യൂഷൻ സെമി പെർമബിൾ മെംബ്രെയിൻ ഒന്നുമില്ല, കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്രോട്ടീൻ ചാനൽ വഴി കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്. എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എവിടേക്ക്? ചാനൽ പ്രോട്ടീൻ വഴി വരുന്നു. എന്നാലോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് വരണം. ആരാ? സാൾട്ട്. കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്ക് വരണം, എനർജി വേണം. ഇതിൽ കൂടി വരുന്നത് പ്രോട്ടീൻ ചാനൽ വഴി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇലയിൽ വെച്ചല്ലേ? ഇലയിൽ എന്താ? ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഇത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയായിരുന്നു? നാണയം അടുക്കി വെച്ചിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്താ പറയും? ഗ്രാന, അല്ലേ? ഗ്രാൻഡായിട്ട് ജീവിക്കുന്നവർക്കാണ് പൈസ നാണയം ഉള്ളത്, അങ്ങനെ ആയിരിക്കാം ഗ്രാന. പിന്നെ അവിടെയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ സ്ട്രോമ, അല്ലേ? ഫ്ലൂയിഡുള്ള സബ്സ്റ്റൻസ് നമ്മൾ എന്ത് വെച്ച് കുടിക്കും? സ്ട്രോ വെച്ച് കുടിക്കും, അല്ലേ? അപ്പോൾ ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് സ്ട്രോമയും നാണയം അടുക്കി വെച്ചിട്ടുള്ളതിന് എന്താണ്? ഗ്രാന എന്ന് പറയും. ഇതിലെ ഒരു കോയിനെ പറയുന്ന പേര് തൈലോകോയിഡ് എന്ന് പറയും. ഒരൊറ്റ കോയിൻ പോലെയുള്ള ഭാഗത്തിന് പറയുന്നത് തൈലോകോയിഡ് എന്നും. ഈ ഗ്രാനേനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്തിന് എന്ത് പറയും? എന്താണ് പറയുന്നത്? സ്ട്രോമ ലാമല്ല എന്ന് പറയും. ഇങ്ങനെ ഗ്രാനേനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇത്തരം ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ ലാമല്ല എന്നാണ് പറയുന്നത്. ഇത് ഗ്രാന, ഇതിൻ്റെ ഇടയിലുള്ളത് സ്ട്രോമ, ഇതിൻ്റെ ഒറ്റയ്ക്ക് പറയുന്നത് തൈലോകോയിഡ്. അപ്പം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആലോചിക്കണം. ഇതിന് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 സ്റ്റേജിലാണ്. എന്താണ്? ലൈറ്റ് ഫേസും ഉണ്ട്, ഡാർക്ക് ഫേസും ഉണ്ട്. ഏതൊക്കെയുണ്ട്? ലൈറ്റ് ഫേസിലും ഡാർക്ക് ഫേസിലും വെച്ചാണ് ഫോട്ടോസിന്തസിസ്. പകുതി ഭാഗം ലൈറ്റ് ഫേസിൽ വെച്ച് നടക്കും, പകുതി ഭാഗം ഡാർക്ക് ഫേസിൽ വെച്ച് നടക്കും. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. അവിടെ ആരെ പ്രസൻസ് വേണം? ലൈറ്റിൻ്റെ പ്രസൻസ് വേണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടർ മോളിക്യൂള് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് എന്തായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനും മാറും. എന്തിൻ്റെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ. ദെൻ അവിടെ നിന്ന് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങോട്ട് പോകും, ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? സ്ട്രോമയിലേക്ക് പോകും. ദെൻ സൺലൈറ്റ് എന്തായിട്ട് മാറും? ATP ആയിട്ടും മാറും. ATP എന്ന് വെച്ചാൽ എനർജി. സൺലൈറ്റ് ATP രൂപത്തിലേക്ക് മാറും. ഇനി ബാക്കി പ്രോസസ്സ് നടക്കുന്നത് ഡാർക്ക് ഫേസ് ആണ്. ഡാർക്ക് ഫേസ് എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ ലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ലൈറ്റ് ആവശ്യമില്ല. ഇവിടെ എന്താവും? ഈ ATPൻ്റെ പ്രസൻസിൽ
അവിടെ ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി ഉണ്ട് എവിടെ? ഡാർക്ക് ഫേസിൽ. അപ്പോൾ ഇവിടേക്ക് ആര് വന്നിട്ടുണ്ട്? ഹൈഡ്രജൻ. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് അവിടെ എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ 2 ഫേസ്, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ് പഠിക്കുക. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സാണെന്ന് ഓർമ്മ വേണം. പിന്നെ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രക്ചർ സ്ട്രോമ, ഗ്രാമ, സ്ട്രോമ ലാമല്ല, തൈലോക്കോയിഡ് എന്ന രീതിയിൽ ആലോചിക്കണം. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണെങ്കിൽ ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ്. ലൈറ്റ് ഫേസിൽ നടക്കുന്നത് എന്താ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആയി മാറുന്നു. എന്നാൽ ഡാർക്ക് ഫേസിലോ? ഡാർക്ക് ഫേസിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് എന്താകുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് മെൽവിൻ കാൽവിൻ. ഇതിനെ കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. മെൽവിൻ കാൽവിൻ, ആ പേരൊന്ന് ആലോചിച്ച് വെക്കുക. അപ്പം ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. പിന്നെ പറയുന്നുണ്ട് എന്താ? ഗ്ലൂക്കോസ് രൂപത്തിലാണ് ഫുഡ് നിർമ്മിക്കുന്നത്. ആരാ? പ്ലാന്റ്സ് ഗ്ലൂക്കോസ് രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയായി മാറുന്നു എന്നാണ് പഠിക്കുന്നത്. ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസിനെ പിന്നീട് സ്റ്റാർച്ച് ആക്കി മാറ്റും. സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കി മാറ്റും. ഈ സൂക്രോസ് പിന്നീട് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ഫാറ്റ്, മോളിക്യൂൾസ് ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് പിന്നീട് പല രൂപത്തിലേക്ക് മാറ്റം വന്നിട്ടാണ് ഓരോ ഫുഡ് കഴിക്കുന്നതനുസരിച്ച് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ വേരിയൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഗ്ലൂക്കോസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസിനൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിന് പല പല മാറ്റങ്ങൾ വന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ. then അടുത്തത് നമ്മൾ പ്ലാന്റ്സിനെ ഫുഡിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. പ്ലാന്റ്സിനെ ഫുഡിന് മാത്രമല്ല, മെഡിസിൻസിന്, ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട്, ഡ്രിങ്ക്സിന് ഒക്കെ, കോഫി ആയിട്ടും ടീ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബയോ പെസ്റ്റിസൈഡ് അല്ലേ, പുകയില കഷായം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻസ് ആയിട്ട് അല്ലേ, തുളസി, കറ്റാർവാഴ, പനിക്കൂർക്കൊക്കെ ഉപയോഗിക്കുന്നതിന് മെഡിസിൻസിന് വേണ്ടിയിട്ടാണ്. മെഡിസിൻസിനൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. then അടുത്തത് മാൻഗ്രൂവ്സ് ഉണ്ട്. മാൻഗ്രൂവ്സ് എന്താ? കണ്ടൽ കാടുകൾ. അതിൻ്റെ ഉപയോഗം ചോദിക്കും. കല്ലൻ പൊക്കുടനാണ് ഒരുപാട് മാൻഗ്രൂവ്സിനെ വെച്ച് പിടിപ്പിച്ച ഒരാൾ. അപ്പോൾ മാൻഗ്രൂവ്സിൻ്റെ ഉപയോഗം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഫിഷ് വെൽത്ത് ആണ് അല്ലേ, എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് ആണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൂട്ടുന്ന ഒരാളാണ്. പിന്നെന്താണ്? നമ്മളുടെ ഈ തീരം, കോസ്റ്റൽ ഏരിയ ഒക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മാൻഗ്രൂവ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ സുനാമിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സഹായിക്കുന്നുണ്ട്? കണ്ടൽക്കാട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർവ് ചെയ്തിട്ട് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ 4-5 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാൻഗ്രൂവ്സിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെ, എന്തിനാണ് മാൻഗ്രൂവ്സ് എന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റ് എഴുതിക്കൊള്ളണം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയേ നോക്കാനുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ നോക്കേണ്ട സാധനം എന്താണ്? ഫോട്ടോസിന്തസിസിൻ്റെ ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും. അത് കൃത്യമായിട്ട് പഠിച്ചോളുക. പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അല്ലേ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഒരുപാട് ടേംസും ഒരുപാട് കാര്യങ്ങളും വരുന്നൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ന്യൂട്രിയൻസ് കിട്ടും. ആ ന്യൂട്രിയൻസിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ആലോചിച്ച് വെക്കുക. നമ്മൾ എന്താണ്? ചിക്കൻ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കിട്ടുന്നത് പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻസ് ആണ് ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഡെവലപ്മെൻറ്റ്. നമ്മൾ മസിൽസിലാണെങ്കിലും ബോൺസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് ആര് സഹായിക്കുന്നുണ്ട്? പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലിപ്പിഡ്സും ഫാറ്റ്സും നമുക്ക് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ന്യൂട്രിയൻസിനും ഓരോ ഫങ്ഷൻസിൻ്റെ. വൈറ്റമിൻസ് ആണ് നമുക്ക് എന്താണ്? ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റി നന്നായിട്ട് തരുന്നത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്നൊരു സംഭവമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് പ്ലേറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു 50% എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് ഉൾപ്പെടുത്തുന്നുണ്ട്. 25% മാത്രം കാർബോഹൈഡ്രേറ്റും 25% പ്രോട്ടീനും മതി. ഇങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 50% ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം. 25% മാത്രം കാർബോഹൈഡ്രേറ്റ്സ് മതി, 25% മാത്രം പ്രോട്ടീൻസ് മതി അല്ലേ. ഇത് നേരെ തിരിച്ചാണല്ലേ നമ്മൾ ചെയ്യാറ്. 50% കാർബോഹൈഡ്രേറ്റ് എടുക്കും അല്ലേ. ചോറാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. പച്ചക്കറി എല്ലാവരും കുറവാണ്. പ്രോട്ടീൻ അടങ്ങിയ ചിക്കനും മീനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ളൊരു നോർമൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ജീവികളും എങ്ങനെയാണ് ഫുഡ് ഉള്ളിലേക്ക് എടുത്ത് ഡൈജസ്റ്റ് ചെയ്ത് ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുന്നതെന്നാണ്. ആദ്യം അമീബ. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഭാഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അമീബേൻ്റെ ഒരു ഭാഗമാണ് സ്യൂഡോപോഡിയ എന്ന് പറയും. ഈ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഫുഡ് അടുത്ത് കാണുന്ന സമയത്ത് അമീബ അവിടേക്ക് ഓടിച്ചൊരിക്കും. ആ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഫുഡിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കും. ഉള്ളിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, എൻസൈംസ് ഉണ്ട് അല്ലേ, ഫുഡ് വാക്യൂൾസ് ഉണ്ട്. ഫുഡ് വാക്യൂൾസിലേക്ക് ഉള്ളിലേക്ക് ഫുഡ് കയറ്റുകയും ആ എൻസൈംസ് തന്നെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുകയും ചെയ്യും. പിന്നെ സെൽ മെമ്പറൈൻ വഴി തന്നെ ആ വേസ്റ്റ് മെറ്റീരിയൽ ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അമീബേൻ്റെ കേസിൽ. എന്നാൽ ഹൈഡ്രയ്ക്ക് ഒരുപാട് ടെൻഡിക്കിൾ ഉണ്ട് അല്ലേ. ഈ ടെൻഡിക്കിൾ ഉപയോഗിച്ചിട്ട് എന്താവും, ഹൈഡ്രയ്ക്ക് മൗത്ത് ഉണ്ട് കേട്ടോ. ടെൻഡിക്കിൾ ഉപയോഗിച്ചിട്ട് ഏത് ജീവിയാ ഫുഡ് എന്ന സംഭവം അടുത്തേക്ക് വരുന്ന സമയത്ത് ഏത് ജീവിയാണോ അതിനെ അമർത്ത് ഞെക്കി മരവിപ്പിച്ചിട്ട് വായിലൂടെ ഉള്ളിലേക്ക് വിടും. ഉള്ളിലേക്ക് വിടുന്ന സമയത്ത് ഹൈഡ്രേൻ്റെ കേസിൽ ഒരുപാട് സെൽസ് ഇങ്ങനെ വട്ടത്തിൽ ഒരുപാട് സെൽസ് ഉണ്ട്. നടുക്കാണ് ഫുഡ് വരിക. അപ്പോൾ ആ സെൽസുകൾ കുറച്ച് എൻസൈംസ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പാർഷ്യലി അവിടുന്ന് ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ ഫുഡെല്ലാം കൂടെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ഓരോ സെൽസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മൗത്തിൽ കൂടെ തന്നെ വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും, ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരും. അമീബ എങ്ങനെയാണ് ഫുഡ് ഡൈജഷൻ സംഭവിക്കുന്നത് അമീബയിൽ, അതുപോലെ ഹൈഡ്രയിൽ എങ്ങനെയാണെന്നുള്ള പഠിക്കണം. അമീബേൻ്റെ സൂഡോപോഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രയ്ക്ക് മൗത്ത് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ ഡൈജഷൻ എന്താ, നമുക്ക് ശരീരത്തിന് അബ്സോർവ് ചെയ്യുന്ന രീതിയിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസിനെ മാറ്റം ചെയ്യുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഡൈജഷന് രണ്ട് ഭാഗമുണ്ട്, മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. മെക്കാനിക്കൽ ഒന്ന് വായിലിട്ട് ചവയ്ക്കുന്നത് മെക്കാനിക്കലാണ്. പിന്നെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒരു മൂവ്മെന്റ് ഉണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയും, അതൊരു മെക്കാനിക്കൽ ഡൈജഷനാണ്. ദെൻ അടുത്തത് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് അവിടെ എന്താ, ഗ്യാസ്ട്രിക് ജ്യൂസിലെ എൻസൈംസിന്റെ പ്രോസസ്സുകളാണ് കെമിക്കൽ ഡൈജഷൻ. നമ്മൾ വായ കൊണ്ട് ചവച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്ക് കറക്റ്റായിട്ട് ആ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഓൾറെഡി ചവയ്ക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റ് ആവുന്നെങ്കിലും അതിലടക്കിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്താണ്, ആ രൂപത്തിൽ തന്നെയാണ്, എന്താ കോംപ്ലക്സ് രൂപത്തിലായിരിക്കും. ആ രൂപത്തിൽ ഒരിക്കലും ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസിനെ സ്മോൾ പാർട്ടായി മാറ്റുന്ന ആളാണ് കെമിക്കൽ ജ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള മെക്കാനിക്കലും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് മൗത്തിലെ നമ്മുടെ ടീത്തിൻ്റെ സ്ട്രക്ചറാണ്. ടീത്തിന് ഫസ്റ്റ് നമ്മുടെ വെള്ളപ്പാട്ട ഇനാമലാണ്, ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, ഡെഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ഭാഗം ഏതാണ്, ഡെൻഡൈൻ ആണ്. പല്ലുണ്ടാക്കിയിരിക്കുന്ന ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡെൻഡൈൻ ആണ്. ദെൻ പൾപ്പ് ക്യാവിറ്റിയിലാണ് നെർവ്, ബ്ലഡ് വെസൽസ്, ഓഡന്റോബ്ലാസ്റ്റ് ഒക്കെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല്ലുവേദന വരുന്ന സമയത്ത് ഈ പൾപ്പ് ക്യാവിറ്റിയിലേക്ക് ആ പഴുപ്പ് എത്തുന്ന സമയത്താണ് നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പല്ലിനെ മോണയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നതാണ് സിമൻറ്റം. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ തന്നിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ചോദിക്കും. അത് നിങ്ങളോട് ഒരിക്കലും ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. എന്താണ്, നെർവും ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്ന ഭാഗം അടയാളപ്പെടുത്തുക. അപ്പോൾ പൾപ്പ് ക്യാവിറ്റി, പല്ലിനെ മോണയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന ഭാഗം സിമൻറ്റം, ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇനാമൽ എന്ന രീതിയിൽ അത് അടയാളപ്പെടുത്താൻ പഠിച്ചോളണം. ദെൻ ഈ ഒരു പിക്ചറും തരാൻ സാധ്യതയുണ്ട്. സ്റ്റൊമക്കിൽ എന്താണ് സംഭവിക്കുന്നത്, പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ട് അല്ലേ, പേസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു സൈസ് മൂവ്മെന്റ് ആണ്. ഫുഡ് നമ്മൾ വയലിട്ട് ചവച്ച് കഴിഞ്ഞ് ഇറങ്ങുന്നത് സ്റ്റൊമക്കിലേക്കാണ്. സ്റ്റൊമക്കിൽ നിന്ന് ഒന്നുകൂടെ ഈ ഫുഡിനെ പേസ്റ്റ് ഫോമത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ പേസ്റ്റ് ആവണമെങ്കിൽ ആ ഫുഡ് അവിടെ നിൽക്കണം, അല്ല ഫുഡ് അതേപടി ഇറങ്ങി പോകരുത്. ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ മസിൽസ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതവിടെ സ്റ്റോപ്പ് ചെയ്യും ആ ഫുഡ് അവിടെ ഒന്നുകൂടെ പേസ്റ്റ് ആവുന്നവരെ. അപ്പോൾ അവിടെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്. എന്നാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് സെഗ്മെന്റേഷനുമാണ്, ഒന്ന് പെരിസ്റ്റാൾസിസ്. സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓരോ സെഗ്മെന്റ് ആയിട്ട് ഫുഡ് നിൽക്കും. അവിടെ നിന്ന് ഇങ്ങനെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റും ഉണ്ടാവും. അവിടുത്തെ എൻസൈംസുമായിട്ട് അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്, ആ ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനും ഈ സെഗ്മെന്റേഷൻ സഹായിക്കുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു പിക്ചർ തന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ പിക്ചർ തരുന്ന സമയത്ത് ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെന്നും ഇവിടെ നടക്കുന്ന മൂവ്മെന്റ് ഒന്ന് പെരിസ്റ്റാൾസിസും ഒന്ന് സെഗ്മെന്റേഷനുമാണെന്നും ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം വഴി പോകുന്നുണ്ട്. നമ്മളുടെ ഈസോഫാഗസിൻ്റെ തൊട്ടടുത്താണ് ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം, അവിടേക്ക് കയറാറില്ല. അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ അപ്പർ പാലറ്റും നമ്മുടെ മേൽഭാഗം അത് ടങ്കും കൂടെ അമർത്തി ഫുഡിന് താഴേക്ക് വിടുന്ന സമയത്ത് മേലേക്ക് നാസൽ ക്യാവിറ്റി ഉണ്ടല്ലേ, നാസ്വാധാരം, അതിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഒവ്യൂള എന്ന് പറയും. ഒവ്യൂള അല്ലെങ്കിൽ ചെറുനാക്ക് ഫുഡ് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹോൾ അങ്ങോട്ട് അടച്ചു വെക്കും, ഒവ്യൂള. അടുത്തത് എന്ത് ചെയ്യും, ആ ഫുഡ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളുടെ ട്രക്കിയ ഉണ്ട് അല്ലേ, ട്രക്കിയും
ഈസോഫാഗസും ഉണ്ട്, ശ്വാസനാളവും അന്നനാളും അടുത്താണ്. ഈ ട്രക്കിയ എന്താവും ഒന്നുകൂടെ ഒന്ന് പൊന്തും, ഫുഡ് വരുന്ന സമയത്ത് ഒന്ന് പൊന്തിയിട്ട് ട്രക്കിയൻ്റെ മുകളിലൊരു മെമ്പറൈൻ ഉണ്ട്, അതിൻ്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും, ക്ലോമവിതാനം മലയാളത്തിൽ. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. എപ്പിഗ്ലോട്ടിസ് കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫുഡ് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് എത്തിക്കോളും. അപ്പോൾ സഹായിക്കുന്ന ഒന്ന് ഒവ്യൂള, ഒന്ന് എപ്പിഗ്ലോട്ടിസ്, ഫുഡ് കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആവുന്നതുകൊണ്ടാണ്. ഓപ്പണായി അബദ്ധത്തിൽ ഫുഡ് ശ്വാസനാളത്തിൽ കയറാൻ സാധ്യതയുണ്ട് അല്ലേ. ശ്വാസനാളം എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു സോളിഡായ സബ്സ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അപ്പോൾ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ സംസാരിക്കാണ്ടൊക്കെ നല്ല രീതിയിൽ കഴിക്കുക കേട്ടോ. ദെൻ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം ചോദിക്കും മൗത്തിലൊരു സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, അതിവിടെ എന്തുണ്ട്, ഒരു എൻസൈം ഉണ്ട്, സലൈവറി അമലേസ്. അതാണ് ഫുഡിലെ കാർബോഹൈഡ്രേറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സലൈവറി അമലേസിൻ്റെ ഫംഗ്ഷൻ ആലോചിക്കുക, എന്താണ്? പാർഷ്യലി ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഏത് ഫുഡിനെയാ? കാർബോഹൈഡ്രേറ്റിന്. അതിനുശേഷമാണ് ഈസോഫാഗസ് വഴി ഫുഡ് ആമാശയത്തിലെത്തുന്നത്. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 എൻസൈംസ് ഉണ്ട്. ഏതാ? പെപ്സിൻ, ലിപ്പേസ്. പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും, ലിപ്പേസ് എന്തിനെ ഡൈജസ്റ്റ് ചെയ്യും? ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ അവിടെയുള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ? അവിടുത്തെ pH ലെവൽ ചെയ്യാനും പെപ്സിന് നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ HCl ആവശ്യമാണ്. ഈ HCl ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്റ്റൊമക്കിന് ഡാമേജ് വരാതിരിക്കാൻ അവിടെ മറ്റൊരാളുണ്ട്, അതാണ് മ്യൂക്കസ്. മ്യൂക്കസ് എന്താ? സ്റ്റൊമക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റൊമക്കിലുള്ള 2 എൻസൈം പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ മ്യൂക്കസ്, ഇത്രയും ഓർത്ത് വെക്കുക. അതിനുശേഷം ഫുഡ് എങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഡിയോഡിനം അല്ലെങ്കിൽ പക്വാശയം എന്ന് പറയും. അവിടേക്ക് ഫുഡ് എത്തുന്ന സമയത്ത് ലിവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ലിവറിന് എൻസൈംസ് ഒന്നുമില്ല, ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ബൈൽ എന്ന് പറയുന്നത്. ആ ബൈൽ വന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ബൈൽ ഒന്ന് അസിഡിറ്റി കൂടുതലായിരിക്കും ഫുഡിന്, അവിടെ HCl ഒക്കെ ആയിട്ട് മിക്സ് ആയതുകൊണ്ട് ആ അസിഡിറ്റിനെ ആൽക്കനേറ്റീവ് ആയിട്ട് മാറ്റുകയും ചെയ്യും. അത് മാത്രമല്ല ഫാറ്റ്, നമ്മളുടെ ലിപ്പിഡ് മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അതിനെ ചെറിയ മോളിക്യൂൾസ് ആക്കി മാറ്റുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനടി ആര് വരും? പാൻക്രിയാസ്. പാൻക്രിയാസിൽ ആരുണ്ട്? പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് വന്നിട്ട് എന്താ? ഈ ലിപ്പിഡ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും, എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പോൾ ലിപ്പിഡിനെ ആദ്യം സ്മോൾ മോളിക്യൂളാക്കി മാറ്റും? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈല്. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ. സ്റ്റോർ ചെയ്യുന്നവരാരാ? ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിൽ ഓൾറെഡി ബൈല് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് ഫുഡ് ഡയോഡിനത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ ഉടനടി അവിടുന്ന് സെക്രീറ്റ് ചെയ്യും. ബൈല് വന്നിട്ട് അവിടുത്തെ ലിപ്പിഡ്സിനെ നോക്കി പിടിച്ചിട്ട് സിമ്പിൾ മോളിക്യൂളാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് പാൻക്രിയാസിൽ ലിപ്പേഴ്സ് വന്നിട്ട് തന്നെ കംപ്ലീറ്റ് ആയി മാറി ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റി. പിന്നീട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റിനെ ഫ്രാക്ടോസ്, സൂക്രോസ്, ഗാലറ്റോസ് ഒക്കെ മാറ്റും. പിന്നെ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുകയാണ്. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന സമയത്ത് എക്സായി വാട്ടർ ഉണ്ട്, ഒരുപാട് എക്സസ് ആയിട്ട് വാട്ടർ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ഏതൊക്കെ വൈറ്റമിൻസോ? വൈറ്റമിൻസ് ബി കോംപ്ലക്സിനെയും വൈറ്റമിൻ ഡിനെയൊക്കെ, വൈറ്റമിൻ ഡി അല്ല വൈറ്റമിൻ കെനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചോളണം, മൗത്തിൽ സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും, സ്റ്റൊമക്കിൽ പെപ്സിൻ, ലിപ്പേസ്. പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും, ലിപ്പേസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ദെൻ ഡിയോഡിനത്തിൽ വെച്ചിട്ട് എന്താ? ബൈല് സ്മോൾ മോളിക്യൂളാക്കി മാറ്റും ലിപ്പിഡിനെ. ദെൻ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും ലിപ്പിഡിനെ. ദെൻ പാൻക്രിയാറ്റിക് അമിലേസ് അവിടെ എന്താക്കും? കാർബോഹൈഡ്രേറ്റിനെ എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡ് അല്ല ഫ്രക്ടോസ്, സുക്രോസ്, ഗാലറ്റോസ് ആക്കി മാറ്റും. പാൻക്രിയാറ്റിലെ ട്രിപ്സിൻ എന്ന് പറഞ്ഞ ആളാണ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അമിനോ ആസിഡാക്കി മാറ്റുന്നത്. ഓർത്ത് വെച്ചേക്കുക. പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഒരു ഭാഗമാണ് വില്ലസിലെ, നമ്മൾ പഠിച്ചതാണ്. വില്ലസിൻ്റെ 3 ഭാഗം ആലോചിക്കണം. എന്താ? സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, പിന്നെ ബ്ലഡ് കാപ്പിലാരിസ് ഉണ്ട്, ലാക്ട്രൽ ഉണ്ട്. ഇതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭാഗം അല്ലേ. ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അവിടെയുണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണിത്. ഇതിനകത്തുള്ള ബ്ലഡ് കാപ്പിലാരിസ് ആണ് എന്തിനൊക്കെ അബ്സോർവ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലറ്റോസ് ആൻഡ് അമിനോ ആസിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അബ്സോർവ് ചെയ്യുന്നത് ചോദിക്കും? ബ്ലഡ് കാപ്പിലാരിസ്. ദെൻ ലാക്ട്രൽ അബ്സോർവ് ചെയ്യുന്നത്, ലാക്ട്രൽ എന്ന് വെച്ചാൽ ലിംഫിൻ്റെ ബ്രാഞ്ച് ആണ്. അത് അബ്സോർവ് ചെയ്യുന്നത് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് വില്ലസ്. വില്ലസിൻ്റെ 3 ഭാഗം പഠിച്ചോളുക. എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ബ്ലഡ് കാപ്പിലാരിസ് ഉണ്ട്, പിന്നെ ലാക്ട്രൽ ഉണ്ട്. ബ്ലഡ് കാപ്പിലാരിസ് എന്ത് അബ്സോർവ് ചെയ്യും? ഫ്രക്ടോസ്, ഗാലറ്റോസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്. എന്നാലോ ലാക്ട്രൽ എന്താ അബ്സോർവ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഓർത്ത് വെച്ചേക്കുക.
പിന്നെ ബ്ലഡിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? പ്ലാസ്മ ഉണ്ട് അല്ലേ? പ്ലാസ്മ, ബ്ലഡ് സെൽസ് ഉണ്ട്. പ്ലാസ്മ 55% പ്ലാസ്മയാണ്, 45% ബ്ലഡ്. പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് പഠിക്കണം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ബ്ലഡ് സെൽസ് ഏതാ? റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. റെഡ് ബ്ലഡ് സെൽസ് ആണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്സിജൻ സംവഹനമാണ് ഇതിന്റെ ഫംഗ്ഷൻ. വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുമാണ്. ഓർത്ത് വെച്ചേക്കുക. പിന്നെ വരുന്നത് നമ്മൾ 4 ബ്ലഡ് വെസൽസ് പഠിക്കുന്നുണ്ട്. ആർട്ടറി, കാപ്പിലാരി, വെയിൻ എന്ന് പറയുന്നത്. ആർട്ടറി എന്ന് പറയുന്നത് എവിടെയാണ്? ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ആർട്ടറി. ആർട്ടറിൻ്റെ വാള് തിക്കായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും, ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലും ആയിരിക്കും ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പോകുന്നത്. ദെൻ അടുത്തത് വെയിന്. വെയിൻ എന്ന് പറയുന്നത് തിൻവാളായിരിക്കും. ഇതിൻ്റെ ഇവിടെ എന്താണോ ആർട്ടറിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. തിൻവാളാണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് സ്മോൾ പ്രഷറിലും ലോസ് പ്രഷറിലും ലോ സ്പീഡിലും ആയിരിക്കും. ഇവിടെ എന്താ പ്രത്യേകത? ആർട്ടറി വെയിനിൽ വാൽവ് കാണപ്പെടുന്നുണ്ട്. പിന്നെ വെയിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരിക. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആർട്ടറിയും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് വെയിനും ആയിരിക്കും. ദെൻ അടുത്തത് കാപ്പിലാരി. ആർട്ടറിനെയും വെയിനിനെയും കൂടെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് കാപ്പിലാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു റെഡ് കൊടുത്തതാണ് കാപ്പിലാരി എന്ന് പറയുന്നത്. ഈ പച്ചയെ കാണിക്കുന്നത് ലാറ്ററൽ ലിംഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ബ്ലഡുമായിട്ട് വരുന്നതാണ് ആർട്ടറി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ബ്ലഡും കൊണ്ട് വരികയാണ്. ബ്ലഡ് കൊണ്ടുവന്ന സമയത്ത് ഹൈ പ്രഷറിലും ഹൈ വോളിയത്തിലുമാണ് വരുന്നത്. ഈ പ്രഷറിലും ഹൈ സ്പീഡിലൊക്കെയാണ് വരുന്നത്. ഹൃദയത്തിൽ നിന്ന് ആർട്ടറി ബ്ലഡ് കൊണ്ടുവരുന്നത്. അപ്പം അത്രയും പ്രഷറിലേക്ക് സെൽസിൻ്റെ അടുത്തേക്ക് വന്നാൽ ശരിയാവാത്തത് കൊണ്ടാണ് ഇവിടെ ബ്രാഞ്ചായിട്ട് മാറും. ഈ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് കാപ്പിലാരീസ്. ഈ കാപ്പിലാരീസിൽ ബ്രാഞ്ച് മാത്രമല്ല, ചെറിയ ചെറിയ സ്പോർസ് ഉണ്ട്, ചെറിയ അരിപ്പ പോലുള്ള ഭാഗമുണ്ട്. അവിടേക്ക് ബ്ലഡ് എത്തുന്ന സമയത്ത് ബ്ലഡ് അരിച്ചിറങ്ങിയിട്ട് ബ്ലഡിൻ്റെ ഭാഗം മാത്രം, ഫ്ലൂയിഡും ന്യൂട്രിയൻസും അരിച്ചിറങ്ങിയിട്ട് സെൽസിലേക്ക് ഇറങ്ങും. സെൽസ് ആ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യുകയും സെൽസിലെ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഫ്ലൂയിഡിലേക്ക് കൊടുക്കുകയും ചെയ്യും. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ദെൻ ആ വേസ്റ്റ് മെറ്റീരിയലും കൂടെ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ട് പോകും? വെയിൻസിലേക്ക് പോകും. വെയിൻസ് അതുകൊണ്ട് ഹാർട്ടിലേക്ക് പോവുകയാണ് പ്രോസസ്സ്. അപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്ലൂയിഡ്സ് മാത്രം അവിടെ നിൽക്കും, കുറച്ച് പേര് മാത്രമേ പോകാറുള്ളൂ. ആ പോവാത്ത ഫ്ലൂയിഡ്സിനെ ആര് അബ്സോർവ് ചെയ്തു? ലിംഫ് വെസൽ അബ്സോർവ് ചെയ്തോളും. അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫിംഗർ ലൈക്ക് തന്നെ ഫില്ലസ് എന്ന് പറഞ്ഞു. വില്ലസിലെ ബ്ലഡ് കാപ്പിലാരിസ് കുറേ പാർട്ടിക്കിൾസിനെ അബ്സോർവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ ലിംഫും ലാറ്ററലും അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ബ്ലഡ് എവിടേക്ക് പോകും? പോർട്ടൽ വെയിൻ വഴി എവിടെ പോകും? ലിവറിലേക്ക് പോകും. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി ഹാർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടുത്തെ ആരാണ്? ലാക്ടറൽ എന്ത് അബ്സോർവ് ചെയ്തിട്ടുണ്ട്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും അല്ലേ? ആ ലാക്ടറൽ ലിംബ് വെസൽസ് വഴി ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തോളും. എന്തിന്? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലറ്റോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്. അതടങ്ങിയ ബ്ലഡ് കാപ്പിലാരിസിൽ ഇത് ആര് വഴി പോകും? ഹെപ്പാറ്റിക് അല്ല, പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തും. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി വീനക്കാവ് വഴിയാണ് ഹാർട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടർ വഴി ലിംഫ് വെസൽ വഴിയാണ് വീനക്കാവിൽ എത്തുന്നതും ഹാർട്ടിലേക്ക് എത്തുന്നതും ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നതും. ഇത് പരീക്ഷയ്ക്ക് വരും. പിന്നെ അടുത്തതാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഡബിൾ ലെയറാണ് പെരികാർഡിയം. പെരികാർഡിയത്തിൻ്റെ ഉള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നു, എക്സ്റ്റേണൽ ഷോക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. ദെൻ ഹൃദയത്തിന് എത്ര? 4 അറകളുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇൻപ്യൂർ ആയിട്ടുള്ള ഡീഓക്സിനേറ്റഡ് ബ്ലഡുമായിട്ട് കൊണ്ടുവരുന്ന 2 പേരുണ്ട്, സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവ. എന്നാൽ റൈറ്റ് ഏട്രിയത്തിലേക്ക്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് നല്ല ഓക്സിനേറ്റഡ് ബ്ലഡുമായിട്ട് ആര്? പൾമണറി വെയിൻസ് വഴിയും. റൈറ്റ് വെൻട്രിക്കിളുള്ള ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ആര് കൊണ്ടുപോയിക്കോളും? പൾമണറി ആർട്ടറി കൊണ്ടുപോയിക്കോളും. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളുള്ള ഓക്സിനേറ്റഡ് ബ്ലഡിനെ അയോട്ട ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത് ഓർത്ത് വെച്ചോളാം. ഇവിടെയുള്ള വാൽവ് ഏതൊക്കെയായിരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള വാൽവാണ് ബൈക്കസ്പീഡ് വാൽവും. റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഉള്ളതാണ് സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ അല്ല, ട്രൈക്കസ്പീഡ് വാൽവ്. ട്രൈക്കസ്പീഡ് ആണ്. പൾമണറി വെയിൻസിലുള്ള ഒരു വാൽവാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൃദയത്തിൻ്റെ 4 അറകൾ പഠിക്കണം.
ഓരോ അറയിലേക്ക് ആരൊക്കെയാണ് ഏതൊക്കെ വെസൽസ് ആണ് ബ്ലഡ് കൊണ്ടുവരുന്നതെന്ന് പഠിക്കണം. ഏത് തരത്തിലുള്ള ബ്ലഡ് ആണ്? റൈറ്റ് സൈഡ് മൊത്തം ഇൻപ്യൂർ ആണ്, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ലെഫ്റ്റ് സൈഡ് മാത്രമാണ് പ്യൂർ ആയിട്ടുള്ള ബ്ലഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡിനെ ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ആര് കൊണ്ടുവരുന്നത്? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെയിന കാവയൊക്കെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കൊക്കെ ഏട്രിയത്തിലൊക്കെ എത്തിക്കുന്നത്. അത് ഓർത്ത് പഠിച്ചോളുക. പിന്നെ നമ്മളെ കൺട്രാക്ഷൻ ഇത് കാർഡിയാക് സൈക്കിൾ ആണ്. കാർഡിയാക് സൈക്കിള് എന്തായിരുന്നു പറഞ്ഞത്? ഒരു മിനിറ്റ്. അതാണ് കാർഡിയാക് സൈക്കിള്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർഡിയാക് സൈക്കിള്. ഹാർട്ട് റെസ്റ്റ് ആവുന്ന പ്രോസസ്സിനെയാണ് ജോയിന്റ് ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സിസ്റ്റോൾ എന്നും, ഹാർട്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡയാസ്റ്റോളും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ട് റിലാക്സ് ആവുന്നതാണ് ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ഹാർട്ട് വളരെ റിലാക്സ് ആയിട്ട് നിൽക്കുകയാണ് ഡയാസ്റ്റോളിൽ. ആ സമയത്ത് അവിടെ റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലും ബ്ലഡ് ഇങ്ങനെ വന്ന് നിറയുന്ന സമയത്ത് നോർമലി താങ്ങാൻ പറ്റാത്ത തന്നെ ബ്ലഡ് ആവുന്ന സമയത്ത് ഇവരൊന്ന് കൺട്രാക്ട് ചെയ്യും. ആ കൺട്രാക്റ്റിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പം ഏട്രിയങ്ങൾ ഒന്ന് കൺട്രാക്ട് ചെയ്യുന്നതിനാണ് ഏട്രിയൽ സിസ്റ്റോൾ കേട്ടോ. ഫ്രീ ആയിട്ട് റെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് ഏട്രിയത്തിലും വന്ന് ബ്ലഡ് നിറയുന്ന സമയത്ത് അതൊന്ന് കൺട്രാക്ട് ചെയ്യും. ആ കൺട്രാക്റ്റിനാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി ബ്ലഡ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കോളും, വെൻട്രിക്കിളിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ വെൻട്രിക്കിൾ എന്താ ഒന്ന് കൺട്രാക്ട് ചെയ്യും. അതാണ് വെൻട്രിക്കിൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ നോർമലി ഹാർട്ട് റെസ്റ്റിലാവും. അതിനാണ് ജോയിന്റ് ഡയാസ്റ്റോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണ്. പിന്നെ ECG. എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലേ. നമ്മളുടെ എന്താണ് ഭിത്തിയിൽ, ഹാർട്ടിൻ്റെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ആ ഇലക്ട്രിക് വേവിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്താ ECG എന്ന് പറഞ്ഞാൽ. ECGക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലങ്സിൻ്റെ പ്രോബ്ലംസ്, ലങ്സ് അല്ല ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് കറക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ SN നോഡല്ല SA നോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെവിടെയാ? ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ ഒരു സൈഡിൽ SA നോഡ് ഉണ്ട്. ഈ SA നോഡ് ഒരു ഇലക്ട്രിക് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് നമ്മളുടെ ബോഡിയിലെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും. ഈ ഇമ്പൾസ് വരുന്നതിനനുസരിച്ച് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇമ്പൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് SA നോഡ് ആയതുകൊണ്ട് SA നോഡിനെ പേസ് മേക്കർ എന്ന് പറയാറുണ്ട്. ഹാർട്ടിൻ്റെ പേസ് മേക്കർ ഏതാണ്? SA നോഡ്. SA നോഡ് എവിടെ കാണപ്പെടുന്നു? ലെഫ്റ്റ് ഏട്രിയം. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? എന്താ? ഇലക്ട്രിക് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, SA നോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ECG പഠിച്ചോളുക. ദെൻ BP ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. BP ഏകദേശം പേർക്കും പ്രായമായവർക്കും അല്ലാത്തവർക്കൊക്കെ BP ആണ്. BP നോർമൽ ആവുന്നുണ്ട്, BP ഹൈ ആവുന്നുണ്ട് അല്ലേ. എന്താണ് BP? ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിൽ ഉണ്ടാവുന്ന ഒരു പ്രഷറാണ് എന്തെന്ന് പറയുന്നത്? BP എന്ന് പറയുന്നത്. നോർമലി ഒന്ന് കൺട്രാക്ട് ചെയ്യാം, ഒന്നിങ്ങനെ കൺട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റോൾ എന്ന് പറയാം. പ്രൊസസ്സിനെ ഒന്ന് സിസ്റ്റോളിൽ ചെയ്യുന്നവർ ഏകദേശം 70 ml ബ്ലഡ് ഇവിടെ നിന്ന് ഹാർട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രാക്ട് ചെയ്യുമ്പോൾ അത്രയും പ്രഷർ, ആ ആർട്ടറിയിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ പ്രഷറിനെ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്നും, റിലാക്സ് ചെയ്യുന്നതിനെ ഡയാസ്റ്റോളിക് പ്രഷർ എന്നും. റിലാക്സ് ചെയ്യുന്ന സമയത്തും 70 ml ബ്ലഡ് എവിടേക്ക് വരുന്നുണ്ട്? ഹാർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ റിലാക്സ് ആവുന്നുണ്ട്. റിലാക്സിൻ്റെ ഉള്ള പ്രഷർ 80 ആണ്. അതിനെ ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നു. അപ്പോൾ 120/80 ആണ് അല്ലേ. നമ്മൾ നോർമലി ഒരാൾക്കുള്ള പ്രഷർ എന്ന് പറയുന്നത്. കൂടിയ ഹൈ പ്രഷറാണ്, കുറഞ്ഞ ലോ പ്രഷറായി മാറും. ഈ സിസ്റ്റോളിക്കും ഡയാസ്റ്റോളിക് പ്രഷറുമാണ് അല്ലേ. സിസ്റ്റോളിക് ആണ് 120, ഡയാസ്റ്റോളിക് 80. സിസ്റ്റോളിക്കും ഡയാസ്റ്റോളിക്കും മാറിപ്പോരുത്. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത് സിസ്റ്റോൾ, ഹാർട്ട് റിലാക്സ് ചെയ്യുന്നത് ഡയാസ്റ്റോൾ ആണ്. ഇതിനെ ഈ ഒരു അപ്പാർട്ടസ് തരാൻ സാധ്യതയുണ്ട്. ഇതിന് പറയുന്നത് എന്താ? BP നോക്കുന്നതാണ്, ബ്ലഡ് പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സിഗ്നോ മാനോമീറ്റർ എന്ന് പറയും. ഇതിനെ ഡിജിറ്റൽ BP അപ്പാർട്ടസ് എന്ന് പറയും. പിന്നെ നമുക്ക് ഒരു ബ്ലഡ് തന്നെ നമ്മളെ ഹാർട്ട് കൂടി 2 തവണ ഫ്ലോ ചെയ്യുന്നുണ്ട്, 2 തവണ വട്ടം ചുറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡബിൾ സർക്കുലേഷൻ എന്നാണ് ഹാർട്ട് കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഹൃദയം. ഹൃദയത്തിൻ്റെ ആദ്യം എന്താണ്? പൾമണറി ആർട്ടറി വഴി എന്താണ്? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് വരും. ഓക്കെ, പൾമണറി ആർട്ടറി വഴി. പൾമണറി ആർട്ടറി എന്ന് വെച്ചാൽ എവിടെയാ? റൈറ്റ് വെൻട്രിക്കിളിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് നിറയുന്ന സമയത്ത് അവിടെ നിന്ന് പൾമണറി ആർട്ടറി വഴി അവിടുത്തെ ബ്ലഡിനെ എവിടെ കൊണ്ടുപോകും? ലങ്സിലേക്ക് കൊണ്ടുപോകും. ലങ്സ് അതിനെ പ്യൂരിഫൈ ചെയ്ത് അവിടെ നിന്ന് ലങ്സിൽ നിന്ന് പൾമണറി വെയിന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കും. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊടുത്തു. ദെൻ അവിടെ നിന്ന് ഇനി അടുത്ത പ്രോസസ്സ് എന്താ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവന്ന പ്യൂർ ബ്ലഡ് എങ്ങോട്ട് ഇറങ്ങും? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഇറങ്ങും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് അയോട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ അടങ്ങിയ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡുമായിട്ട് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ എവിടേക്ക് എത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. അപ്പം മേലെ കണ്ടത് പൾമണറി സർക്കുലേഷനും ഇവിടെ സിസ്റ്റമാറ്റിക് സർക്കുലേഷനുമാണ്. എന്താ പൾമണറി സർക്കുലേഷൻ? പൾമണറി ആർട്ടറി തുടങ്ങി പൾമണറി വെയിൻ, അതായത്
റൈറ്റ് ഏട്രിയത്തിൽ തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിലെ അവസാനിക്കുന്നതാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി സർക്കുലേഷൻ. എന്നാലോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. പരീക്ഷയ്ക്ക് വരും, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ഇനി എന്താണ്, അപ്പം ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഹാർട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കാനും ഹാർട്ടിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, ഇതൊക്കെ ഹാർട്ടിന് ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാർട്ടിനെ സേഫായിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇനി എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്, അല്ലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിന് 2 ആൾക്കാരുണ്ട്, സൈലം ആൻഡ് ഫ്ലോയം. സൈലമാണ് വേര് വലിച്ചെടുക്കുന്നത്, റൂട്ട് അബ്സോർവ് ചെയ്തെടുക്കുന്ന വാട്ടറിനെയും ലവണത്തിനെയും കറക്റ്റായിട്ട് ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലം. പ്ലാന്റ്സിൻ്റെ ഇലയിൽ വെച്ചാണ് ഫുഡ് നിർമ്മാണം, അല്ലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ആ ഫുഡ് ഫോട്ടോസിന്തസിസ് വഴി നിർമ്മിച്ച ഫുഡിനെ കറക്റ്റായിട്ട് ശരീരത്തിന് വിവിധ പ്ലാന്റ്സിൻ്റെ പാർട്സിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഫ്ലോയം. ഇവരുടെ സ്ട്രക്ചർ എന്തായാലും വരും. സൈലവും ഫ്ലോയും തമ്മിൽ വ്യത്യാസം, സൈലത്തിൻ്റെ ഇടയിൽ പ്ലേറ്റുകളൊന്നും കാണപ്പെടുന്നില്ല, ഒരു ട്യൂബായിട്ടാണ് കാണപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് ട്രക്കീഡ് എന്ന് പറയുന്നത്. ട്രക്കീഡാണ് ഈ ഇലയെടുക്കുന്ന സമയത്ത് അതിനകത്തൊരു വെയിൻസ് കാണുന്നില്ല, ആ വെയിൻസിൻ്റെ ഫോർമേഷനൊക്കെ ട്രക്കീഡ് സഹായിക്കുന്നുണ്ട്. ഇതിന് അടുത്തത് വെസൽ എന്ന് പറയും, ഈ പച്ച കളറിൽ കൊടുത്താണ് വെസൽ ഒരു ലോങ് പൈപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. ദെൻ ഫ്ലോയത്തിലെ ഭാഗമാണ് സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും. സീവ് ട്യൂബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ അറേഞ്ച് ചെയ്ത ഭാഗത്ത് ഇവിടെ ഹോൾസ് ഉണ്ടാവും, ആ ഹോൾസ് കൂടെ സൈറ്റോപ്ലാസം തമ്മിൽ ബന്ധം ഉണ്ടാവും, ഫുഡ് മോളിക്യൂൾസിനെ ഇങ്ങനെ കടത്തി വിടുകയും ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം, ഇവിടെ സീവ് പ്ലേറ്റ് ഉണ്ട്, ഇവിടെ സീവ് പ്ലേറ്റ് ഇല്ല. ദെൻ കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത് സീവ് ട്യൂബിനെ സഹായിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ എങ്ങനെയാണ് പ്ലാന്റ്സിനെ അബ്സോർവ് ചെയ്യുന്നത്, ഏതൊക്കെ കൊണ്ടാണ്? ഒന്ന് ഓസ്മോസിസ് ആണ്, ഒന്ന് കൊഹിഷൻ ആൻഡ് അഡ്ഹഷൻ, മൂന്നാമത്തതാണ് റൂട്ട് പ്രഷർ. പിന്നെ ഫ്ലോയം എങ്ങനെയാണ് ഫുഡ് പാർട്ടിക്കിൾസിനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്ലോയത്തിലെ ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് രൂപത്തിൽ തന്നെ ഫുഡ് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിനെന്താക്കാൻ പറ്റും? സൂക്രോസ് ആക്കാൻ പറ്റും. ആ സൂക്രോസിനെ കൊണ്ട് ഫ്ലോയം പോകുന്ന സമയത്ത് സൈലത്തിൽ ഓൾറെഡി എന്തുണ്ട്? വെള്ളമുണ്ട്, അല്ലേ? സൈലവുമായിട്ട് വെള്ളവും കൂടെ മിക്സ് ആവും, ബ്ലഡും കൂടെ മിക്സ് ആകുമ്പോൾ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. അതാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ടർഗർ പ്രഷർ വഴി ഈ സൂക്രോസ് ഓരോ പാർട്സിലേക്ക് മൂവ് ചെയ്തോളാം. ഇതൊക്കെ പ്ലാന്റ്സിൻ്റെ ഓരോ ഭാഗത്തേക്ക് സൂക്രോസ് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ 2 പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഡൈജഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, ഹാർട്ടിലേക്ക് ഇവിടെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ബ്ലഡ് കൊണ്ടുവരും, ഡബിൾ സർക്കുലേഷൻ, പിന്നെ ECG, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മനസ്സിരുത്തി നന്നായിട്ട് പഠിക്കുക. പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ നിന്നാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സമയം കിട്ടുന്ന സമയത്തൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചോളൂ, അടയാളപ്പെടുത്താനൊക്കെ കറക്റ്റ് പഠിക്കുക. പല്ലിൻ്റെ ഘടന എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. നല്ല മാർക്കോടെ മക്കളെ നിങ്ങൾ പാസ്സാവണം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.